കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അസ്വസ്ഥരുടെ കൂടാരമെന്നും കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും ജോണി നെല്ലൂർ കൂത്താട്ടുകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും വിട്ടുവന്ന സജി മഞ്ഞക്കടമ്പനെ യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അസ്വസ്ഥരുടെ കൂടാരമാണെന്നും കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും ജോണി നെല്ലൂർ കൂത്താട്ടുകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ UDFന്റെ തകർച്ച ആരംഭിച്ചിരിക്കുന്നു. പരിപൂർണമായി തകരാൻ പോകുന്നൊരു സാഹചര്യമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ അസ്വസ്ഥതകൾ മുറുകുന്നു. അസ്വസ്ഥരുടെ എണ്ണം അനുദിനം പെരുകുകയാണ്. നാളെ ആരെല്ലാം ആ പാർട്ടിയിൽ നിന്ന് വിട്ട് പുറത്തു വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അത്രമാത്രം അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ആ ജോസഫ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ അവസ്ഥ. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ വിജയം ഉറപ്പാണ്. ആ കൂടാരം വിട്ട് പുറത്തുവന്ന സജി മഞ്ഞക്കടമ്പനെ യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസും UDFും തകർന്നു തുടങ്ങി. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് രാജിയിലൂടെ വ്യക്തമാകുന്നത്. പൗരത്വ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സ്വീകരിച്ച നിലപാടില്ലായ്മയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും മുഖമുദ്രയെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. പിറവം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇപ്പോഴുമുണ്ടോ എന്ന് സംശയമാണെന്നും ഏത് MLAക്കൊപ്പവും ഏതാനും പേർ നടക്കുന്നത് സ്വാഭാവികമാണെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. അതിനകത്ത് ഞങ്ങൾ ആ പാർട്ടി ഉണ്ടാക്കിയ ആളുകളൊക്കെ പോയി, എറിയുന്നു എല്ലാവരും പോയി. പിന്നിപ്പോ പിറവത്തെ സംബന്ധിച്ചാണ് ഏലിയാസ് മങ്കടിയായിരുന്നു ആരംഭകാലം മുതലുള്ള ആ പാർട്ടിയുടെ നേതാവ്. കേരള കോൺഗ്രസിന്റെ തന്നെ അതുകൊണ്ട് ജേക്കബ് സാറിനോടൊപ്പം ഉണ്ടായിരുന്നത് ആരും ഇല്ലിപ്പോ. ഇപ്പോ കുറച്ചാളുകൾ കാണും. അതൊരു MLA, ഏത് നിയോജകമണ്ഡലത്തിൽ MLA ആയിരുന്നാലും ആ MLA ചുറ്റിപ്പറ്റി കുറേ ആൾ കാണും. അതിലപ്പുറത്ത് അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ടോമി K. തോമസ്, ജോയ് കളത്തിങ്കൽ, PK ജോൺ, ടോജിൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു.